വിഗ്രഹം എവിടെ കുഴിച്ചിട്ടാ പറഞ്ഞത്? ബണ്ടിന്റെ ഭാഗത്ത് എവിടെങ്കിലും ഉണ്ടാവുന്ന പറഞ്ഞത്. ഇവിടെ എവിടെങ്കിലും കാണും. നീ ശരിക്കും തപ്പി നോക്കണം. സാറേ നമുക്ക് നടത്തം മതിയാക്കി തിരിച്ചു പോയാലോ? വേണ്ട, എടാ ഇവിടെ എന്തോണ്ടാ? പാമ്പായിരിക്കും അത്. ഈ കൂറ്റാക്കൂറ്റ വെയിലത്ത് അങ്ങോട്ട് പോണോ? പോണം, ആവശ്യമുണ്ട്. സാറേ, സാറിന്റെ വീട്ടിൽ നിന്ന് കേറി പോയെന്ന് കരുതി ഞാനൊരു കള്ളനോ തെമ്മാടിയൊന്നും അല്ല. അതൊക്കെ സാറിന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയും. ഓ, എന്നിട്ട് താനെങ്ങനെ വീട്ടിൽ കയറി? പോടാ. പാടോ. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, സാറെന്താ ഈ പാടത്ത് കൃഷി ഇറക്കാത്തെ? വെള്ളമില്ലാതെ കൃഷി ചെയ്യാനുള്ള ജാലവിദ്യയൊന്നും എനിക്ക് അറിയില്ല. വെള്ളം നിന്റെ മുതലാളിമാര് കെട്ടിയടച്ചേക്കല്ലേ? ഭൂമിക്ക് മുകളിലുള്ള വെള്ളമല്ല അവര് കെട്ടിയടച്ചിരിക്കുന്നേ. ഭൂമിക്ക് അടിയിൽ ശ്രമിച്ചൂടെ? ഒരു കുളം കുത്തിയാൽ? എടോ, കുളത്തിന് കിണറിന് ഓരോ സ്ഥാനമുണ്ട്. വാസ്തുശാസ്ത്ര പ്രകാരം ഈ പറമ്പിൽ ആ സ്ഥാനമില്ല. ആ സ്ഥാനത്ത് കുത്തിയാൽ കുടുംബത്തിന് ദോഷമാണ്. ശരി, സമ്മതിച്ചു. വാസ്തുശാസ്ത്ര പ്രകാരം ഞാനൊരു സ്ഥാനം കാണിച്ചു തന്നാൽ പാരമ്പര്യമായിട്ട് ഞങ്ങളിങ്ങനെ സ്ഥാനം കണ്ടുപിടിക്കുന്നവരാ. സ്ഥാനത്തൊക്കെ രണ്ടെണ്ണം കിട്ടുമ്പോ മാറിക്കോളും. ഇന്ന് ഞാനിവിടെ ഒരു സ്ഥാനം കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഈ ഭാഗത്താവാനാ സാധ്യത. ദൈവം സ്ഥാനത്ത് കോല് കുത്തി നിന്നു. അമ്മേ, ജലദേവത അനുഗ്രഹിച്ചിരിക്കുന്നു. സാർ, ആ ബണ്ടിനിപ്പുറത്ത് ബണ്ടിന്റെ നീളത്തിലും വീതിയിലും ഒരു തോട് ഒഴിച്ചാലോ? അരുതേ, അരുതേ, അത് യമകണ്ഠ മൂലയാണ്. ആരുടെ മിണ്ടായിരടോ? സാർ, അങ്ങനെ ഒരു തോട് കീറിയാൽ ബണ്ടിനപ്പുറത്തുള്ള വെള്ളം ഉറവയായിട്ട് ഇപ്പുറത്തെത്തും. ആ വെള്ളം ചാല് കീറി ഇടത്തോട് വഴി ഒഴുക്കണം. വെള്ളം ഒഴുകുന്ന വഴിയാകുമ്പോ വാസ്തു നോക്കേണ്ട കാര്യമില്ലല്ലോ. ബുദ്ധി എന്റേതല്ല, ദാ ശങ്കരനായർ സാറിന്റെ. എടോ, അതൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ടോളൂ. കിഴക്കെഴുത്ത പാടത്ത് വെള്ളം കിട്ടിയാൽ തോൽക്കുന്നത് പുത്തെഴുത്തക്കാരനവരല്ലേ? എന്താന്നറിയില്ല, അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സ്വയം തോറ്റാലും കിഴക്കേടത്തെ വാര് ജയിച്ചേണ്ട മതിയെന്ന അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവിടെ വാടോ. സാർ, മറ്റേ സാർ വിളിക്കുന്നു. എന്നാ ഞാൻ അങ്ങടെ. എന്തോ ചേഞ്ച് നടന്നില്ലേ സാർ? ആ, നാറുന്നുണ്ട്. താൻ രാവിലെ എന്റെ കാറിൽ കയറിയപ്പോ തൊട്ട് സഹിക്കുന്നുണ്ട് ഞാൻ ഈ നാറ്റം. ഓടോ, പോയി തോട് കയറിടോ. തനിക്കെന്താ അവിടെ കാര്യം? വാര്യർ സാറ് വിളിച്ചപ്പോ പോയതാ. എന്തിന്? ആ ബണ്ടിന് സമീപം വാര്യർ സാറ് നീളത്തിലൊരു തോടെടുത്തോട്ടെ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അയാളുടെ പറമ്പിൽ തോടെടുക്കുന്നതിന് എന്റെ അനുവാദം എന്തിനാ? അതാണ് സാർ മാന്യത. സാറിന്റെ അനുവാദം കൂടാതെ സ്വന്തം പറമ്പിൽ പോലും ഒന്നും ചെയ്യില്ലെന്ന് അദ്ദേഹം പറയുന്നത്. രാശിയാണത്രേ, രാശി. എന്താ വലിയ ഞാൻ പറഞ്ഞോട്ടെ സാർ, സാർ സമ്മതിച്ചു. അതെ, പണിക്കാരെ നമുക്കിട്ട് പണി തരാൻ പോവാ. കുടിച്ചാൽ ആദ്യം കിട്ടുന്ന കൃഷ്ണവിഗ്രഹായിരിക്കും. എന്തെങ്കിലും ഒന്ന് പറ. രാഘുവാലം കഴിഞ്ഞോട്ടെ. 1 മണിക്കൂർ 18 മിനിറ്റ് രാഘുവാലം കഴിയാൻ. അതുവരെ എല്ലാരും ചായ കുടിച്ചിട്ട് വാ. എടാ മണ്ട, രാഘുവാലൊക്കെ എപ്പോഴേ കഴിഞ്ഞു. എവിടുന്ന് കിട്ടി സാർ ഇവനെ? നിങ്ങൾ എല്ലാവരും പണി തുടങ്ങിയ? അല്ലെങ്കിൽ വേണ്ട 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 വേണ്ട, സാറിന്റെ കാര്യസ്ഥ തന്നെ ഉൾക്കാരം ചെയ്യട്ടെ. കൊടുത്തേ. ഇവിടെ കുഴിക്ക്. കുഴിക്കടോ. വേണ്ട വേണ്ട. എന്താണത്? എന്താണത്? അതെ, കാലിച്ചാക്കിക്കൊണ്ട് ശബ്ദോ. ഒന്നുകൂടി കിട്ടിയ നോട്ടെ. കൃഷ്ണ, തറവാട്ടിൽ നിന്ന് കൃഷ്ണ വിഗ്രഹമല്ലേ? ഇതിവിടെ എങ്ങനെ എത്തി? തറവാട്ടിൽ നിന്ന് ബോറടിച്ചപ്പോ ഇവിടെ വന്ന് കിടന്നായിരിക്കുള്ളൂ. എത്ര ബോറടിച്ചാലും കൃഷ്ണൻ ചാക്കി കയറി വരൂ. ഈശ്വരൻ ചാക്കിലല്ല, പാക്കില് വരെ വരും. എന്താ കേട്ടിട്ടില്ലേ? മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു. കരുണാമയനെ കാവല് വിളക്കായി ഗ്രാവലിരിക്കുന്നു. ഗ്രാവലി ചെമ്മണ്ണ്. എന്ത് കാര്യസ്ഥന സാർ ഇത്? ഇതേതോ കള്ളൻ മോഷ്ടിച്ചുകൊണ്ടൊന്ന് കുഴിച്ചു മൂടിയതാണ്. ഉടനെ പിടിക്കണം. പക്ഷെ നമ്മളുടെ കയ്യിൽ തെളിവില്ലല്ലോ. എല്ലാവരോടും നോക്കി നിൽക്കാതെ വിഗ്രഹം എടുത്ത ആളുടെ തലയിൽ വെച്ച് കൊടുക്കൂ. അയ്യോ, അത് കയ്യിന്ന് പോയി. സൂക്ഷിച്ചെടുക്കൂ. തലയിൽ ഇതൊരു പണിയായി പോയി കൃഷ്ണ. പൊക്കോളൂ, അവന്റെ കൂടെ പൊക്കോളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം. വെട്ടു വെട്ടു.